വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് LPST റാങ്ക് ഹോൾഡേഴ്സ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് റോബിൻ രാധാകൃഷ്ണൻ എത്തിയിരിക്കുകയാണ്. ഏത് തരത്തിലാണ് അങ്ങയുടെ ഒരു കടന്നുവരവ്? ഇവർ നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എയ്ഡഡ് നിയമനം PSCക്ക് വിടണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ അത് സർക്കാർ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണോ അഭിപ്രായം? തികച്ചും വിഷപരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു PSCയുടെ സമരം സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 34 ദിവസമായി. അത് മാത്രമല്ല, ഞാൻ ഒരു 14 ദിവസം മുന്നേ ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവർക്ക് സപ്പോർട്ട് ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് കൊടുത്തിരുന്നതാണ്. അത് കഴിഞ്ഞ ശേഷം വളർമതി ടീച്ചർ ഈ ഒരു നിരാഹാര സമരം സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 10 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഞാൻ ആക്ച്വലി വിചാരിച്ചിരുന്നത് നമ്മുടെ മുഖ്യമന്ത്രിക്ക് കുറച്ചെങ്കിലും മനുഷ്യത്വം, ദയം അല്ലെങ്കിൽ സ്നേഹമൊക്കെ ഉള്ളൊരു വ്യക്തിയാണെന്നാണ്. പക്ഷേ അങ്ങനെ ഒരാളല്ല, അങ്ങനെ ഒരു മനുഷ്യനല്ല എന്നുള്ളത് പുള്ളിക്കാരൻ തന്നെ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഡൽഹിയിലുള്ള പ്രൊട്ടസ്റ്റിന് വേണ്ടി പുള്ളിക്കാരൻ സപ്പോർട്ടൊക്കെ കൊടുത്ത് അവിടെ പോയി, അത് വലിയ കാര്യം, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുമ്പോഴത്തേക്ക്, അതും ഒരു സ്ത്രീയാണ്, ഒരു അമ്മയാണ്, ഒരു ടീച്ചറാണ്, ഇത്രയും ഒരു നിരാഹാരം 10 ദിവസം കഴിയാൻ പോകുന്നു. അപ്പം ഹെൽത്ത് വീക്കായിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ തൊട്ടടുത്താണ് സെക്രട്ടേറിയറ്റ് ഉള്ളത്. ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് ഇല്ല ഇവിടെ വരാൻ. ഇവിടെ വന്ന് ഇതൊന്ന് അഡ്രസ്സ് ചെയ്ത് ഈ ഒരു നിരാഹാരം സ്നേഹത്തോടെ ഒന്ന് അവസാനിപ്പിക്കാൻ എത്ര സമയമെടുക്കും ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര സമയമെടുക്കും? അപ്പോൾ അതിനുപോലും ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാതെ അത്രയും ഇറസ്പോൺസിബിളായിട്ട്, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും സംഭവിച്ചിട്ട് മരിച്ചാലും ഒരു പ്രശ്നമില്ല, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നടക്കട്ടെ എന്നുള്ള രീതിയിൽ ഉള്ള ഒരു ചിന്താഗതി വളരെ മോശമായിട്ട് തോന്നുന്നു. കാരണം ഞാൻ നിലപാടുകളിലുള്ള ഒരു മനുഷ്യനാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്നാണ് ഞാൻ ആലോചിച്ചിരുന്നത്. സോ വാട്ട് എവർ മേ ബി, നമുക്ക് ഏറ്റവും വേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മനുഷ്യത്വമാണ്, അല്ലേ? കാരണം നമ്മൾ ജനങ്ങളാണ്. ഇതിലുള്ള പല ടീച്ചേഴ്സും ഇവർക്ക് വേണ്ടി വോട്ട് ചെയ്ത്, ഈവൻ മുഖ്യമന്ത്രിക്ക് വരെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കൊരു പ്രശ്നമെന്ന് വരുമ്പോഴത്തേക്ക് അത് വന്നൊന്ന് നേരിട്ട് കണ്ട എന്ത് സംഭവിക്കും? മാനം ഇടിഞ്ഞ് വീഴോ? ഇവിടെ ഒന്ന് വന്ന് ടീച്ചറിനെ ഒന്ന് കണ്ട് സംസാരിച്ച് സ്നേഹത്തോടെ നിരാഹാരം ഇത് ചെയ്യണം, അവസാനിപ്പിക്കണം. നമുക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ഫർദറായിട്ട് ചെയ്യാം എന്നുള്ളൊരു വ്യത്യസ്ത തരം സമരമുറയാണ് അവർ അവലംബിക്കുന്നത്. പുല്ല് തിന്ന് സമരത്തിൻ്റെ ഭാഗമാവുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ണടച്ചിരിക്കുന്ന സർക്കാർ കണ്ണ് തുറന്ന് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണോ ഇത്തരത്തിലൊരു സമരം? അല്ല, അത് ഒന്നാമത്തെ കാര്യം, അവർ മണ്ണ് തിന്നു, പുല്ല് തിന്നുന്നു, മുട്ടിലെഴയുന്നു. ഇത്രയും ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം നടക്കുമ്പോഴത്തേക്ക് വോട്ടോ മേ ബി ഇത്രയും അടുത്ത് വന്ന ഒരു മുഖ്യമന്ത്രിയാണ്. ഇവരെല്ലാം മുഖ്യമന്ത്രി ഒന്ന് വന്ന് ഇവിടെ ടീച്ചറിനെ ഒന്ന് കണ്ട് ഈ ഒരു സമരം ഒന്ന് അവസാനിപ്പിക്കുന്ന രീതി, അല്ലെങ്കിൽ നിരാഹാരം ഒന്ന് അവസാനിപ്പിക്കുന്ന രീതിയിൽ ഇനിഷ്യേറ്റീവ് എടുക്കാന്നേ ഉള്ളൂ. ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? റോബിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായൊരു പൊളിറ്റിക്സ് ഉള്ളതാണ്, BJPയുടെ ഭാഗമാണ്. അപ്പോൾ BJPയുടെ നേതാക്കൾ കൂടി ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇവിടെ കൂടുതലായി വരേണ്ടതില്ല. ഉറപ്പായിട്ടും ഡെയിലി വരുന്നുണ്ട്, ഡെയിലി പ്രൊട്ടസ്റ്റ് ഉണ്ട്. ഇന്ന് ഇത് കഴിഞ്ഞിട്ടും പ്രൊട്ടസ്റ്റ് ഉണ്ട്. ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് വരാൻ തന്നെയാണ്, യുവമോർച്ചയുടെ പ്രൊട്ടസ്റ്റ് ഉണ്ട്. അതിന് തന്നെയാണ് എറണാകുളത്ത് നിന്ന് ഇവിടെ വന്നത്. പല കളക്ടറേറ്റിലും കാര്യങ്ങളും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈവൻ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ ഡെയിലി BJPയുടെ ഭാഗത്തുനിന്നും യുവമോർച്ചയുടെ ഭാഗത്തു നിന്നും സപ്പോർട്ട് ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ കാണേണ്ടതാണ്. കാരണം ഡെയിലി ഇതിൻ്റെ ന്യൂസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതേപോലെ എത്ര പാർട്ടി ഇത് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ പിന്മാറുന്ന ഒരു കാര്യമില്ല. എന്തായാലും ഇതിന് ഫുൾ സപ്പോർട്ടായിട്ട് തന്നെ ഉണ്ടാവും. പക്ഷേ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ ആശാവർക്കർമാരുടെ സമരം കണ്ടു, CPO റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സമരം കണ്ടു. ഈ സർക്കാരിൻ്റെ കാലത്ത് നമ്മളിതാ ഇപ്പോൾ LPST റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സമരം കാണുകയാണ്. പക്ഷേ സർക്കാർ ഔദ്യോഗികമായി പറയുന്നത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വന്ന റാങ്ക് ലിസ്റ്റാണ്. സ്വാഭാവികമായും അതിനകത്തുണ്ടായിരുന്ന കുറേ ഏറ്റക്കുറച്ചിലുകളും പ്രശ്നങ്ങളും ഒക്കെയാണ് നിയമനം വൈകുന്നതിൽ കാരണമെന്നുള്ളതാണ് അവരുടെ അനൗദ്യോഗിക ഭാഷ്യം. അപ്പോൾ കൃത്യമായൊരു ഇടപെടൽ വരും നാളുകളിൽ കൃത്യമായി ഉണ്ടാകണമല്ലേ? ഉറപ്പായിട്ടും ഉണ്ടാവണം. കഴിഞ്ഞ പാസ്റ്റിലുള്ള കാര്യമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ മുഖ്യമന്ത്രിയല്ലേ. സോ ഉറപ്പായിട്ടും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന്, ഇപ്പോൾ ഉള്ള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് തന്നെയാണ് ഇതിനുള്ള ഒരു തീരുമാനം ഉണ്ടാക്കേണ്ടത്. കഴിഞ്ഞ ഗവൺമെൻറ് അങ്ങനെ ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? ഇപ്പം എന്താണോ പ്രസന്റ്ലി എന്താണോ സിറ്റുവേഷൻ എന്നുള്ളത്. ഇപ്പം ഞാൻ ചോദിച്ചത്, ഈ നിരാഹാര സമരം ഇവിടെ നടക്കുന്നു, എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് വന്നുകൂടാ? അതിന് കഴിഞ്ഞ ഗവൺമെന്റിന് പറയേണ്ട കാര്യമില്ലല്ലോ. ഈ നിരാഹാരം ഇവിടെ വന്നൊന്ന് മുഖ്യമന്ത്രിക്ക് കണ്ട് ഇവിടെ ഒന്ന് സംസാരിച്ച് ഈ ഒരു നിരാഹാരം അവസാനിപ്പിക്കാനുള്ള സ്നേഹത്തോളം അതെന്തുകൊണ്ട് ചെയ്തില്ല? അമ്മയുടെ വിയോഗം മാനസികമായി ഒരുപാട് തളർത്തിയെന്ന് നേരത്തെ തന്നെ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നതാണ്. ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലൂടെയാണല്ലേ ഇപ്പോഴും കടന്നു പോകുന്നത്. അതെ, കാരണം അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് അമ്മയുടെ വിയോഗം വന്നത്. പക്ഷേ വിഷമം ഉള്ളിലുണ്ട്, നല്ല വിഷമമുണ്ട്. എനിക്കതിനെപ്പറ്റി ഇപ്പോൾ പറയേണ്ട ഒരു സാഹചര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായും LPST റാങ്ക് ഹോൾഡേഴ്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് റോബിൻ രാധാകൃഷ്ണൻ ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റ് സമരപ്പന്തലിൽ എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇത് കഴിഞ്ഞ് യുവമോർച്ചയുടെ മാർച്ചുണ്ട്, അതിലും പങ്കെടുത്ത ശേഷം മാത്രമേ മടങ്ങിപ്പോവുകയുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം പറയുകയും ചെയ്യുന്നത്. ഈ സർക്കാർ കൃത്യമായി ഇടപെടണം. മുഖ്യമന്ത്രി VD സതീശൻ സമരപ്പന്തലിലെത്തി സമരക്കാരുമായി സംസാരിച്ച് ഇതിനകത്ത് കൃത്യമായ തീർപ്പ് വരുത്തണം എന്നുള്ളതാണ് റോബിൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. PV രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.